എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലോട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ലിജിയുടെ ബർത്ത്ഡേ ആണ്. ഞങ്ങളെല്ലാം പറഞ്ഞ് പറ്റിച്ചു. ഇതാണ് ലിജി, ഇത് പ്രീമ, അർപ്പിത. ലിജിയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. ഞങ്ങളുടെ പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു മാളിൽ പോവാ, ഫുഡ് കഴിക്കാന്നൊക്കെ ആയിരുന്നു. പക്ഷെ അവൾ ഞങ്ങളെ അതിസാഹസികമായി പറ്റിച്ചിട്ട് ഇപ്പൊ തൽക്കാലം ഞങ്ങൾ ഇവിടെ ഒരു പരീക്ഷണം നടത്താൻ പോവാം. പരീക്ഷണം വേറൊന്നുമല്ല, നമ്മുടെ കണ്ണൂർ സ്റ്റൈലില് പിടിയും കോഴി. ഇവരൊന്നും കഴിച്ചിട്ടില്ല, പോർ ഗൈസ്, ഇവരൊന്നും പിടിയും കോഴി കഴിച്ചിട്ടില്ല. ഇനി നാട്ടിൽ നേരം വെളുത്തിട്ട് എൻ്റെ മമ്മീനെ വിളിച്ച് ചോദിക്കണം പിടിയും കോഴി എങ്ങനെയുണ്ട്. കോഴി ഓൾറെഡി ലിജി ഉണ്ടാക്കി, കോഴിക്കറി ഉണ്ടാക്കി. ഇനി നമ്മളെന്തോ ചെയ്യും, പിടി ഉണ്ടാക്കാനുള്ള പരീക്ഷണമാണ്. അപ്പോൾ അരിപ്പൊടിയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്, വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും വേണമെന്നുള്ള കാര്യം നമുക്കറിയാം. തേങ്ങ വേണമെന്നറിയാം, അരിപ്പൊടി വേണമെന്നറിയാം, വെള്ളം തിളപ്പിക്കണം എന്നും അറിയാം. ബാക്കിയുള്ള ചേരുവകളൊന്നും നമുക്കറിയത്തില്ല. അപ്പം നേരം വെളുത്തിട്ട് മമ്മീനെ വിളിച്ച് ചോദിച്ച് നമ്മൾ പിടി ഉണ്ടാക്കാൻ പോവാണ്. എന്തായാലും ഇത് ഫ്ലോപ്പ് ആയാലും റെഡി ആയാലും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കടുത്ത് വീഡിയോ കാണാം. ವಿಡಿಯೋ ಲೈಕ್ ಮಾಡಿ, ಸಬ್ಸ್ಕ್ರೈಬ್ ಮಾಡಿ, ಶೇರ್ ಮಾಡಿ. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഞങ്ങളുടെ അടുക്കളയൊക്കെ ബസ്സായിട്ട് കിടക്കുവാണ്. അരിപ്പൊടി ഓൾറെഡി വറുത്ത് വെച്ചിട്ടുണ്ട്. ഇത് തികയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും കൂടെ ഇതാക്കിയതാണ്. വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്, തേങ്ങ പൊട്ടിക്കാനുണ്ട്. ಇವರು ನಮ್ಮ ಕ್ಯಾಮ್ರಾಮ್ಯಾನ್. ಇವರು ಇವಾಗ ಬ್ಯುಸಿ ಆಗಿರೋದ್ರಿಂದ ವಿಡಿಯೋ ನಾನು ಮಾಡ್ತಾ ಇದ್ದೀನಿ. ಏನಾದರೂ ತಪ್ಪಿದ್ದಲ್ಲಿ ಕ್ಷಮಿಸಿ ಪ್ಲೀಸ್. ತೆಂಗಿನಕಾಯಿ ಹೊಡಿತಾ ಇದ್ದಾರೆ. ಸೂಪರಾ? ಇವ್ರಿಗೆ ಜೀರಿಗೆ ಯಾವುದು ಅಂತ ಗೊತ್ತಿಲ್ಲ, ಸೊ ಹುಡುಕ್ತಾ ಇದ್ದಾರೆ. ಜೀರಿಗೆ ಗೊತ್ತಾಗುತ್ತೆ, ಕನ್ನಡ ಬರಲ್ಲ, ಸ್ವಲ್ಪ ಅಡ್ಜಸ್ಟ್ ಮಾಡ್ಕೊಳ್ಳಿ. മലയാളി ಹುಡುಗಿ ട്രൈ ಮಾಡ್ತಾ ಇದೆ ಕನ್ನಡ ಮಾತಾಡೋದಕ್ಕೆ. കിട്ടി ജീരകം. ഇതിൻ്റെ അകത്ത് ചെറിയുള്ളിയാണ് വേണ്ടത്, പക്ഷെ നമുക്ക് ചെറിയുള്ളി ഇല്ലാതെ വരും. നമ്മൾ സവോള ഇട്ട് എന്താവുമെന്ന് അറിയത്തില്ല. പിന്നെ കുറച്ച് ജീരകം, ഇത്ര ഇഷ്ടപ്പെടുമേ. ജീരകം, പിന്നെ വെളുത്തുള്ളി, പിന്നെ ചെറിയുള്ളിയാണ് വേണ്ടത്. നമ്മളെല്ലാം കൂടെ ക്രഷ് ചെയ്തെടുക്കണം. ഇത് ജീരകം, വെളുത്തുള്ളി, സവോള അല്ല കേട്ടോ വേണ്ടത്, ചെറിയുള്ളിയാണ് വേണ്ടത്. നമുക്കതില്ലാത്ത നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കണം. ಸಾಂಬಾರ್ ಈರುಳ್ಳಿ ಇಲ್ಲದ್ರಿಂದ ನಾರ್ಮಲ್ ಈರುಳ್ಳಿನೇ ಹಾಕಿ ಮಾಡ್ತಾ ಇದೀವಿ. ಮದಿಯೋ ಬರ್ಡೇ ಸೆಲೆಬ್ರೇಷನ್ಗೆ ನಮ್ಮ ಮನೆಗೆ ಗೆಸ್ಟ್ ಬರ್ತಾ ಇದ್ದಾರೆ. ಅನಗ ಅಂತ ಇವ್ರ ಹೆಸರು, ಪೇಯಿಂಗ್ ಗೆಸ್ಟ್. വേണമെങ്കിൽ വെറുതെ ഇടാം. വീഡിയോ ഉണ്ടാക്കി കഴിയുമ്പോൾ ആ ഇതിനകത്തോട് വേണമെങ്കിൽ കുറച്ചിടാം, കടിക്കാൻ കിട്ടാൻ. ഒഴിക്കട്ടെ. നമ്മൾ വെള്ളം ചൂട് വെള്ളം എടുത്ത് ഒഴിച്ച് മിക്സ് ചെയ്യുകയാണ്. കൈ നോക്ക് പ്രീമ, രുചി. പത്തനംതിട്ടയിലൊക്കെ കുഴക്കട്ട ഉണ്ടാക്കുന്നത്. ഇത് എന്തായി തീരുവെന്ന് ശരിയാ മതി. എന്നാ കുഴച്ചോ? വേണ്ട, കൈകൊണ്ട് കുഴക്കണം. മതി ലിജി. ഹലോന അർപ്പിത കറക്റ്റാണ്. പറയണേ അമ്മേ. അതാണ്. ഓ, ലിജിക്കറിയാം ആ ഒരു ടെക്സ്ചർ കുഴക്കുന്നേ. ആണ്ടേ എടി, അതിങ്ങനെ ഓരോ നമ്മൾ നീ പൊറോട്ടയ്ക്ക് അന്ന് കുഴക്കുന്ന കണ്ടില്ലേ, അതുപോലെ തന്നെ എൻ്റെ പപ്പ കുഴക്കുന്നത്.
വെള്ളമൊക്കെ തിളച്ചു. അങ്ങനെ ഉണ്ട് ലിജി, അങ്ങനെ ഇട്ടോ, മൊത്തത്തോടെ ഇട്ടോ. ആര് പറഞ്ഞു? അങ്ങനെ തന്നെ ഇട്ടോ ലിജി മോളെ. ഷാൻജിയോ അങ്ങനെയൊക്കെ പലതും പറയും. ഇട് നമ്മൾ പകുതി ഷാൻജിയോ പറയണ കേൾക്കണം, പകുതി നമ്മുടെ പോയാലോ. അങ്ങനെ പൊട്ടത്തില്ലടാ. അത്രയും ദൃഢമായിട്ട് ഇത് ഉണ്ടാക്കിയ എങ്ങനെ ഇട് നീ? ആ അങ്ങനെ കുടഞ്ഞു ഇടുക. യെസ്, അതെ, തൊട്ടിനി ഇതാവും. തെറിക്കുന്നു. വെള്ളത്തിന് ഉപ്പിട്ടായിരുന്നു പ്രീമേ ലിജി? അതിന് പയ്യെ ഇങ്ങനെ ഇളക്കാനല്ല, കോല് വെച്ചിട്ട് ഇങ്ങനെ ഇതാക്കി കൊടുക്കണം. അരിപ്പൊടി ഇപ്പൊ ഇടുന്ന തിളയ്ക്കുന്നുണ്ട്. ചൂട് വെന്തോ? വെന്തോ? ടേസ്റ്റ് ഉണ്ടോ? ചിക്കൻ കറി നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുകയാണ്. കുറച്ച് ചാറ് വേണ്ടതുകൊണ്ട് ഈ ഒരു കേക്ക് മുറിയാണേ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ. ആ ശരിയാ, നമ്മൾ നമ്മളിനിതാ ഇത് കുഴയില്ല. ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇരിക്കുന്നതോറും ഇനി ഇങ്ങനെ കട്ടിയിട്ട് ഹലോ. എനിക്ക് മതി 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 മതി. ചാറ് വേണ്ടേ? ചാറ് വേണ്ട 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 വേണ്ട. നമ്മുടെ പിടി അങ്ങനെ സെറ്റായിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചില്ലല്ലേ ഇവിടെ, നമ്മുടെ പിടി ഇത്ര സെറ്റാവെന്ന് വിചാരിച്ചില്ലല്ലോ. സൂപ്പർ. കഴിക്കാൻ പിള്ളേരൊന്നും അടിപൊളി. എന്തായാലും പരീക്ഷണം വിജയിച്ചു. ടേസ്റ്റ് ഉണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ചെറിയൊരു വെളുത്തുള്ളിയുടെ ഒരു ഫ്ലേവർ കൂടാമായിരുന്നു എന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ അടിപൊളി. അങ്ങനെ ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞു. പിടിയും ചിക്കൻ കറിയും കഴിച്ച് എല്ലാവരും ക്ഷീണമായി. കുറേ പേര് പോയി കിടന്നു. ഈ ആ പാട് ഞങ്ങൾ രണ്ടുള്ളൂ. അപ്പോൾ വീഡിയോ എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞ് വീഡിയോ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ നോക്കുന്നതായിരിക്കും. അപ്പം അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ. സീ യു. ഗുഡ് നൈറ്റ്.